ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 13-ാം അധ്യായമായ ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിലെ 2 ശ്ലോകങ്ങൾ പൂർത്തിയാക്കി. ഇന്ന് നമുക്ക് 3-ാമത്തെ ശ്ലോകം നോക്കാം. ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരതഃ ക്ഷേത്രജ്ഞയോർജ്ഞാനം യത്തജ്ഞാനം മദം മമ. ഭരതവംശജനായ അല്ലയോ അർജുന, സർവക്ഷേത്രേഷു എല്ലാ ശരീരങ്ങളിലും വസിക്കുന്ന ക്ഷേത്രജ്ഞം പരമാത്മാവായി മാം എന്നെ വിദ്ധീച്ച അപി അറിയുകയും ചെയ്യുക. ക്ഷേത്രജ്ഞയോർ ജ്ഞാനം, ഈ ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ഇവയുടെ ഭേദങ്ങളെക്കുറിച്ചുള്ള അറിവ്, അതായത് ശരീരം, ആത്മാവ് എന്നീ ഭേദങ്ങളെക്കുറിച്ചുള്ള അറിവ്, യാതൊന്നാണോ തത് അതുതന്നെയാണ് ജ്ഞാനം, ശരിയായ ആത്മജ്ഞാനം, അറിവ്, മമ മതഃ എന്ന് ഞാൻ കരുതുന്നു. അല്ലയോ ഭരതവംശജനായ അർജുന, എല്ലാ ശരീരങ്ങളിലും വസിക്കുന്ന പരമാത്മാവായി എന്നെ അറിയുകയും നീ ചെയ്യുക. ശരീര ആത്മഭേദങ്ങളെക്കുറിച്ചുള്ള അറിവ്, അതായത് ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ ഇവ തമ്മിലുള്ള ഭേദങ്ങളെക്കുറിച്ചുള്ള അറിവ് യാതൊന്നാണോ ആ അറിവ് തന്നെയാണ് യഥാർത്ഥ ജ്ഞാനം, അതായത് യഥാർത്ഥ ആത്മജ്ഞാനം എന്ന് ഞാൻ കരുതുന്നു. ഇതാണ് ഭഗവാൻ പറയുന്നത്. ശരീരമാണ് ക്ഷേത്രം, അതിനുള്ളിൽ വസിക്കുന്ന ആത്മാവാണ് ക്ഷേത്രജ്ഞൻ. പരമാത്മാവായ ഈശ്വരൻ തന്നെയാണ് ജീവാത്മാവായി എല്ലാ ശരീരത്തിലും പ്രതിബിംബരൂപേണ വർത്തിക്കുന്നത്. ശരീരത്തിൽ നിന്നും ഭിന്നമാണ് ആത്മാവെന്നും ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെയാണെന്നും അത് നിത്യനും മുക്തനും സർവവ്യാപിയും അവികാരിയും, അതായത് മാറ്റമില്ലാത്തവൻ, നിർഗുണനും അകർത്താവും ആണെന്നുള്ള അറിവാണ് യഥാർത്ഥ ആത്മജ്ഞാനം. അപ്പോൾ ഓരോ ശരീരത്തിലും കുടികൊള്ളുന്ന ക്ഷേത്രജ്ഞൻ ഞാൻ തന്നെയാകുന്നു എന്ന് ഭഗവാൻ പറയുന്നു. അതായത് ഓരോ ശരീരത്തിലും കുടികൊള്ളുന്ന ജീവാത്മാവ് പരമാത്മാവായ ഞാൻ തന്നെയാകുന്നു എന്ന് ഭഗവാൻ പറയുകയാണ്. ഒരു വ്യക്തിക്ക് സ്വശരീരത്തെക്കുറിച്ച് അറിയാൻ കഴിയൂ, മറ്റൊരാളുടെ ശരീരത്തെക്കുറിച്ച് അറിയാൻ കഴിയില്ല. എന്നാൽ സർവ്വശരീരങ്ങളിലും പരമാത്മാവായി വാഴുന്ന ഭഗവാന് എല്ലാ ശരീരങ്ങളെക്കുറിച്ചും അറിയാം. ഈ പ്രപഞ്ചത്തിലുള്ള സകലതിലും ഈശ്വരൻ വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈശ്വരന്, പരമാത്മാവിന് ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളെക്കുറിച്ചും ജ്ഞാനമുണ്ട്. സ്വന്തം ശരീരത്തിൻ്റെ ഉടമ ആ ശരീരത്തിൽ വസിക്കുന്ന ജീവാത്മാവാണ്. എന്നാൽ സകല ശരീരങ്ങളുടെയും ഉടമ പരമാത്മാവായ ഭഗവാനാണ്. കാരണം ഈ സകല ശരീരങ്ങളിലും ജീവാത്മാവായി വർത്തിക്കുന്നത് പരമാത്മാവായ ഭഗവാൻ തന്നെയാണ്. ഓരോ ശരീരവും പ്രവർത്തിക്കുന്നത് അവയിലുള്ള ജീവാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ്. എന്നാൽ ആത്യന്തികമായി സകല ശരീരങ്ങളും പ്രവർത്തിക്കുന്നത് പരമാത്മാവിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ്. അപ്രകാരം ഈ പ്രകൃതി ഒന്നാകെ ഒരു ക്ഷേത്രമാകുന്നു.
പരമാത്മസ്വരൂപമായ ഭഗവാൻ അതിൻ്റെ ക്ഷേത്രജ്ഞനുമാകുന്നു. ഇതാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.